ഹലോ ഓൾ, എല്ലാവർക്കും ഐ+ന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ, തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തിരിച്ചറിയുക. Statement 1. The use of green methanol reduce the emission of the oxides of sulfur and carbon. അതായത് നമ്മൾ ഗ്രീൻ മെത്തനോൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്സൈഡ്സ് അല്ലെ സൾഫറിന്റെയും കാർബണിന്റെയും എമിഷൻസ് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. കറക്റ്റ് അല്ലേ? ഒരു എക്കോ ഫ്രണ്ട്ലി മെത്തേഡ് അല്ലേ അത്? കറക്റ്റ് ആണ്. It is obtained by using carbon dioxide captured from renewable sources and direct air capture combined with green hydrogen. കറക്റ്റ് അല്ലേ? ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് അല്ലേ? ഇത് എക്കോ ഫ്രണ്ട്ലി മെത്തേഡായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. അതെ നോക്കുക, സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1ഉമാണ്. അപ്പൊ ഇത് പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല കേട്ടോ, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വലിയ സംഭവം ഒന്നും ഇല്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അതൊക്കെ കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. Nitrous oxide is colorless, odorless, non-flammable gas, but it supports combustion to the same extent as oxygen. അല്ലേ? അപ്പം നമ്മുടെ നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത് കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, നോൺ ഫ്ലെയിമബിൾ ഗ്യാസ് ആണ്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? കത്താൻ സഹായിക്കുന്ന അല്ലെ, ഓക്സിജനെ പോലെ തന്നെ കമ്പഷന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്യാസ് ആണ്. കറക്റ്റ് അല്ലേ? നൈട്രസ് ഓക്സൈഡ് കറക്റ്റ് ആണ്. ഇൻഹേലേഷൻ ലീഡ്സ് ടു ദി സ്റ്റേറ്റ് ഓഫ് യൂഫോറിയ അല്ലെ. ഒരുപാട് സമയം നമ്മൾ നൈട്രസ് ഓക്സൈഡിനെ ഇൻഹെയിൽ ചെയ്യുകയാണെങ്കിൽ അത് യൂഫോറിയ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിസീസിലേക്ക് നമ്മളെ എന്ത് ചെയ്യും? നയിക്കും. ഇറ്റ് ഈസ് സോലുബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ സോലുബിൾ ആണ്. എന്താണ്? ഹെവിയർ ദാൻ എയർ ആണ്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ബൈ ഡെന്റിസ്റ്റ് ആൻഡ് മെഡിക്കൽ പ്രൊഫഷണൽ ടു സെഡേറ്റ് പേഷ്യൻസ് അല്ലെ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്റ്റേജിലേക്ക് അല്ലെ, യൂഫോറിയ സ്റ്റേജിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഇത് മെയിനായിട്ട് സെഡേഷൻ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ കറക്റ്റാ പറയുകയാണെങ്കിൽ 1, 2, 3, 4 4 സ്റ്റേറ്റ്മെന്റും എന്താണ്? കറക്റ്റ് ആയിട്ടുള്ളതാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എൻവയോൺമെന്റൽ Protection Agency reported that inhaling benzene at level of 0.4 parts per million could be fatal. Which of the following are sources of benzene pollution? ഇതിൽ ബെൻസീൻ പൊല്യൂഷന്റെ സോഴ്സ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ബെൻസീൻ നമ്മൾ എന്താണ് ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് ഡേഞ്ചർ ആണ് അല്ലെ. അപ്പം ബെൻസീന്റെ മെയിൻ സോഴ്സുകളാണ് ഏതൊക്കെയാണ്? നമുക്കറിയാം ഷാംപൂല് ബെൻസീൻ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് വുഡൻ ഫർണിച്ചേഴ്സിലുണ്ട്, വുഡ് ബേണിങ്ങിലുണ്ട്, ടൊബാക്കോ സ്മോക്കിലുണ്ട്, ഓട്ടോമൊബൈൽ എക്സോസ്റ്റ് ഉണ്ട്. ഇതിലെല്ലാം നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്? ബെൻസീനെ കാണാനായിട്ട് സാധിക്കും അല്ലെ. സോ ഓൾ ദി അബോവ് 1 to 6 അല്ലെ. നമ്മുടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നെറ്റ് സീറോ എമിഷൻ മീൻസ് ഓൾ കാർബൺ എമിഷൻ അല്ലെ. ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. Net zero emission means all carbon emission into the atmosphere must be absorbed by method like increasing the forest cover and decreasing man-made emission അല്ലെ. അപ്പം നെറ്റ് സീറോ എമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തരീക്ഷത്തിലേക്ക് അമിതമായി വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ്സിനെ മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്ലാന്റുകൾ വെച്ച് പിടിപ്പിച്ചോ ഫോറസ്റ്റ് കവറോ അല്ലെങ്കിൽ എന്താണ് അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇതിന്റെ എമിഷൻസ് കുറയ്ക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ മാൻമെയ്ഡ് ആയിട്ടുള്ള എമിഷൻസിനെ മാക്സിമം കുറയ്ക്കുക എന്നുള്ളതുമാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നെറ്റ് സീറോ എമിഷൻ അല്ലെ. സീറോ എമിഷൻ ആണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഓവർ എമിഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നാച്ചുറൽ രീതിയിൽ എന്ത് ചെയ്യുക? ഫോറസ്റ്റ് ഏരിയാസ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ അതിനെ മാക്സിമം പ്രിവെന്റ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ എനി ഓയിൽ ഓർ ഗ്യാസ് പ്രൊജക്ട് ഇസ് റിസൾട്ട് അറ്റ് ലീസ്റ്റ് 1 billion tons ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഓവർ ഇറ്റ്സ് ലൈഫ് ടൈം ക്യാൻ ബി റെഫേർഡ് ആസ് കാർബൺ ബോംബ് അല്ലെ. അതുപോലെ തന്നെയുള്ള ഒരു മെയിൻ കാർബൺ ഡൈ എമിഷന്റെ കാരണമാണ് ഗ്യാസ് പ്രൊജക്റ്റുകൾ എന്ന് പറയുന്നത്. കാർബൺ ബോംബുകൾ എന്ന് നമുക്ക് അവരെ വിശേഷിപ്പിക്കാം അല്ലെ. അവയുടെ ഒരു ഈ പ്രൊജക്റ്റുകളൊക്കെ വരുമ്പോൾ ധാരാളം കാർബൺ ആണ് അന്തരീക്ഷത്തിലേക്ക് എമിറ്റ് ചെയ്യുന്നത്.
സോ നെറ്റ് സീറോ എമിഷൻ മീൻസ് all carbon emission into the atmosphere must be absorbed by method like അപ്പം increase. അപ്പം 2 പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. നെറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ എന്ന് പറയുന്നത് എന്താ മീൻ ചെയ്യുന്നത്? നെറ്റ് സീറോ എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും അർത്ഥമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻസ് കുറയ്ക്കുക. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാക്സിമം എമിഷൻ കുറയ്ക്കുക. അത് മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുക? മാൻമെയ്ഡ് ആയിട്ടുള്ള എമിഷനും കുറയ്ക്കുക. പിന്നെ ഈ ഗ്യാസ് പ്രൊജക്റ്റുകൾ എന്നൊക്കെ പറയുന്നത് മെയിൻ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ എമിറ്റ് ചെയ്യുന്ന സോഴ്സ് ആണ്. സോ നമ്മൾ പറഞ്ഞിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റും ബോത്ത് 1 and 2 എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 24th നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ. ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ കറക്റ്റ് ഏത്? In India, the state of West Bengal, Jharkhand, Bihar, Uttar Pradesh, Assam, Manipur and Chhattisgarh are most affected by arsenic contamination of groundwater. Groundwater contamination ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന കൺട്രീസ് സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര ഡെപ്തിലൊന്നും നിങ്ങൾ പലരും ഇതൊന്നും നോക്കി കാണില്ല അല്ലേ? അപ്പൊ ഇതൊക്കെ കുറച്ച് കറണ്ട് അഫേഴ്സ് റിലേറ്റ് ചെയ്തിട്ട് നല്ല ഡെപ്തിൽ തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ നേരിടുന്ന സ്റ്റേറ്റുകളാണ് വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഹൈ നൈട്രേറ്റ് കോൺസെൻട്രേഷൻ ഇൻ ഗ്രൗണ്ട് വാട്ടർ ഇൻ ഇന്ത്യ ഹാസ് ബീൻ ഫൗണ്ട് ഇൻ ഓൾമോസ്റ്റ് ഹൈഡ്രോജിയോളജിക്കൽ ഫോർമേഷൻ എക്സീഡിങ് ദി പെർമിസിബിൾ ലിമിറ്റ് അല്ലേ? അതുപോലെ തന്നെ എന്താണ്? ഹൈ നൈട്രേറ്റ് കണ്ടന്റ് നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യാറുണ്ട്? പെർമിസിബിൾ ലെവലിനേക്കാൾ കൂടുതൽ നൈട്രേറ്റ് കണ്ടന്റുകൾ ഗ്രൗണ്ട് വാട്ടറിൽ ഒബ്സർവ് ചെയ്യുന്നു. കറക്റ്റ് ആണ്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഹാസ് പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്സ് ഓഫ് ദി കണ്ടാമിനൻസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. സെൻട്രൽ പൊല്യൂഷൻ ബോർഡിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇത്ര കണ്ടാമിനൻസ് ഡ്രിങ്കിങ് വാട്ടറിന്റെ ക്വാളിറ്റി അപ് ടു ആ ഡ്രിങ്കിങ് ക്വാളിറ്റി വേണമെങ്കിൽ അതിലെ കണ്ടാമിനൻസിന്റെ എമൗണ്ട് ഇത്രയും ആയിരിക്കണം എന്ന് ഉണ്ട്. സോ അതാണ് എന്തെന്ന് പറയുന്നത്? സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്നത്. ഇനി എ റിപ്പോർട്ട് ടൈറ്റിൽഡ് Seeing the Invisible, a strategic report on groundwater quality was released by World Health Organization. അപ്പം അതുപോലെ തന്നെ ഇതിനകത്ത് എന്താ പറയേണ്ടത്? എ റിപ്പോർട്ട് ടൈറ്റിൽ സീയിങ് ദ ഇൻവിസിബിൾ എന്ന് പറയുന്ന ഒരു ഇത് ഗ്രൗണ്ട് വാട്ടർ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റിലീസ് ചെയ്തിട്ടുള്ളതുമാണ്. ഇത് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കാര്യത്തിൽ ചെറിയ ഡൗട്ട്സുകളൊക്കെ വരാറുണ്ട്. എങ്കിലും ഈ 4 സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഏകദേശം എന്താന്ന് പറയാം? കറക്റ്റ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദി കണ്ടീഷൻ ഫേവറബിൾ ഫോർ ഫോമിങ് എ ട്രോപ്പിക്കൽ സൈക്ലോൺ എമോങ് ദി ഫോളോവിങ് അല്ലെ? ഒരു സൈക്ലോണിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ലാർജ് സീ സർഫസ് വിത്ത് ടെമ്പറേച്ചർ ഹയർ ദാൻ 27 ഡിഗ്രി സെൽഷ്യസ് അല്ലെ? ടെമ്പറേച്ചർ എന്താണ്? ഹയർ ദാൻ എന്താണ്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഹയർ ദാൻ 27 ഡിഗ്രി ആണ് എങ്കിൽ ലാർജ് സീ സർഫസ് ആണ് അവിടുത്തെ ടെമ്പറേച്ചർ 27 ഡിഗ്രി ഹയർ ആണെങ്കിൽ അത് സൈക്ലോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പ്രസൻസ് ഓഫ് ദി കൊറിയോലിസിസ് ഫോഴ്സ് ഇനഫ് ടു ക്രിയേറ്റ് സൈക്ലോണിക് വോർട്ടെക്സ് അല്ലെ? അതായത് കൊറിയോലിസിസ് ഫോഴ്സിന്റെ പ്രസൻസും സൈക്ലോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സ്ട്രോങ് വിൻഡ് ഷിയർ എസ്പെഷ്യലി ഇഫ് ദ വിൻഡ് സ്പീഡ് അറ്റ് ഡിഫറെന്റ് ലെവൽ അറ്റ് സിഗ്നിഫിക്കലി ഡിഫറെന്റ്. അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രീ എക്സിസ്റ്റിംഗ് വീക്ക് ലോ പ്രഷർ ഏരിയ ലോ ലെവൽ സൈക്ലോണിക് സർക്കുലേഷൻ. പിന്നെന്താണ്? ഡൈവേർജൻസ് ഓഫ് എയർ ഇൻ ദി അപ്പർ അറ്റ്മോസ്ഫിയർ അല്ലെ? സ്പ്രെഡിങ് ഔട്ട് ചെയ്യുന്നത് അല്ലെ? എയർ എന്ത് ചെയ്യുന്നു? അപ്പർ സർഫസിൽ ഇത് ചെയ്യുന്നു. സൈക്ലോൺ എന്ന് പറയുമ്പോൾ അറിയാലോ ഇങ്ങനെ കറങ്ങിയുള്ള ആ ഒരു ഇത്. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ലാർജ് സീ സർഫസ് 27 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ഹീറ്റ് വേണം. അതുപോലെ തന്നെ കൊറിയോലിസിസ് ഫോഴ്സിന്റെ പ്രസൻസ്, പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വീക്ക് ലോ പ്രഷർ ഏരിയ അല്ലെ? ആ ഒരു ലോ ലെവൽ പ്രഷറിലെ ഗ്രേഡിയന്റ് ഉള്ള ഒരു ഏരിയ. അതുപോലെ തന്നെ അപ്പർ അറ്റ്മോസ്ഫിയറിലെ എയറിന്റെ ഡൈവേർജൻസ്. സോ കറക്റ്റ് ആൻസർ 1, 2, 4, 5 സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണക്റ്റഡ് ടു ദി ഗ്ലോബൽ എൻവയോൺമെന്റ് ഡേറ്റ സ്ട്രാറ്റജി. ഗ്ലോബൽ എൻവയോൺമെന്റ് ഡേറ്റ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? ഗ്ലോബൽ നമുക്ക് നോക്കാം എന്താണ് ചോദിച്ചിരിക്കുന്നത്. ഗ്ലോബൽ എൻവയോൺമെന്റൽ ഡേറ്റ സ്ട്രാറ്റജി.
ഗ്ലോബൽ എൻവയോൺമെന്റൽ ഡേറ്റ സ്ട്രാറ്റജി എന്ന് പറയുന്ന GEDS അല്ലെ, GEDSുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. GEDS is a comprehensive framework developed by UNDP to enhance. ഈ സ്റ്റേറ്റ്മെന്റ് പെട്ടെന്ന് കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ എന്ത് വിചാരിക്കും? കറക്റ്റ് ആണെന്ന് വിചാരിക്കും. നമ്മുടെ ഗ്ലോബൽ എൻവയോൺമെന്റൽ ഡേറ്റ സ്ട്രാറ്റജി ആണ് അല്ലെ. ഗ്ലോബൽ എൻവയോൺമെന്റൽ എന്താണ് ഡേറ്റ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്ത് UNDP അല്ല, യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റൽ പ്രോഗ്രാം. ഒരു അക്ഷരമേ മാറുന്നുള്ളൂ കേട്ടോ. UNEP ആണ്. അപ്പം ആള് മാറിപ്പോയി. UNEP ആണ്. ദിസ് സ്ട്രാറ്റജി എയിംസ് ടു അഡ്രസ് ദി ട്രിപ്പിൾ പ്ലാനറ്ററി crisis of climate change, pollution and biodiversity loss by leveraging high quality accessible environmental data അല്ലെ. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മെയിൻ ആയിട്ട് ക്ലൈമറ്റ് ചേഞ്ച്, പൊല്യൂഷൻ, ബയോഡൈവേഴ്സിറ്റി ലോസ്, ഇതിനൊക്കെ എന്താണ് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസുകൾ അഡ്രസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഫെസിലിറ്റേറ്റ് ദ ഡെവലപ്മെന്റ് ഓഫ് AI ആൻഡ് ഡേറ്റ അനലിറ്റിക്കൽ ടൂൾസ് ഫോർ എൻവയോൺമെന്റൽ സൊല്യൂഷൻ അല്ലെ. AIയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇതായിരുന്നു ഈ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പം നമുക്ക് പറയാമെങ്കിൽ 2ഉം 3ഉം കറക്റ്റ് ആണല്ലേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല, കാരണം UNDP അല്ല ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റൽ പ്രോഗ്രാം ആയിട്ടുള്ള UNEP ആണ് ഇത് ചെയ്തിട്ടുള്ളത്. സോ 27th question. Identify the correct statement regarding per and polyfluoro alkyl substance അല്ലെ. പെർ ആൻഡ് പോളിഫ്ലൂറോ ആൽക്കലൈൽ സബ്സ്റ്റൻസ്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് കാണും അല്ലെ, എന്താണ് പെർ ആൻഡ് പോളിഫ്ലൂറോ ആൽക്കലൈൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്? ഗ്രൂപ്പ് ഓഫ് സിന്തറ്റിക് കെമിക്കൽസ് ആണ് അല്ലെ. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് സിന്തറ്റിക് കെമിക്കൽ റെസിസ്റ്റൻസ് ടു ഗ്രീസ്, ഓയിൽ, വാട്ടർ ആൻഡ് ഹീറ്റ്, മേക്കിംഗ് ദം യൂസ്ഫുൾ ഇൻ വേരിയസ് കൺസ്യൂമർ ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് സിൻസ് 1915 അല്ലെ. ഇതെന്ന് പറയുന്നത് എന്താണ്? കുറെ അധികം എന്താണ് നമ്മുടെ ഗ്രീസ്, ഓയിൽ, വാട്ടർ, ഹീറ്റ് ഇതിനൊക്കെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള കുറെ അധികം കെമിക്കൽസ് ആണ് പെർ ആൻഡ് പോളിഫ്ലൂറോ ആൽക്കലൈൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മാൻമെയ്ഡ് കെമിക്കൽസ് ആണ് വിച്ച് യൂസ് ടു മേക്ക് നോൺ സ്റ്റിക് കുക്ക്വെയർ അല്ലെ. നമുക്കറിയാമല്ലോ, നിങ്ങൾ എപ്പോഴും വീട്ടിൽ യൂസ് ചെയ്യുന്ന നോൺ സ്റ്റിക് കുക്ക്വെയറിലെ ആ ഒരു കണ്ടന്റ് ആണ് ഇതെന്ന് പറയുന്നത് അല്ലെ. അതായത് വാട്ടർ ഒക്കെ ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള സംഭവം. വാട്ടർ റിപ്പലന്റ് ആണ് അല്ലെ. വെള്ളം ഒഴിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അതിൽ പെട്ടെന്ന് തന്നെ എന്താണ് വെള്ളം അങ്ങനെ അബ്സോർബ് ചെയ്യുകയല്ല ചെയ്യുന്നത് അല്ലെ. പിന്നെ എന്താണ് ക്ലോത്തിങ് സ്റ്റെയിൻ റെസിസ്റ്റന്റ് ആണ്. ഫാബ്രിക്സ്, കോസ്മെറ്റിക്സ്, ഫയർ ഫൈറ്റിംഗ് ഫോംസ്, പ്രൊഡക്ട്സ് ദാറ്റ് റെസിസ്റ്റ് ഹീറ്റ്, ഓയിൽ, സ്റ്റെയിൻ, ഗ്രീസ്, വാട്ടറിനെ ഒക്കെ റെസിസ്റ്റ് ചെയ്യുന്ന കെമിക്കൽസ് ആണ്. കറക്റ്റ് ആണ്. ഡു നോട്ട് ബ്രേക്ക് ഡൗൺ ദി എൻവയോൺമെന്റ്, ക്യാൻ മൂവ് ത്രൂ സോയിൽസ് ആൻഡ് കണ്ടാമിനേറ്റഡ് ഡ്രിങ്കിങ് വാട്ടർ സോഴ്സ് ആൻഡ് ബയോ അക്യുമുലേറ്റ് ഇൻ ഫിഷ് ആൻഡ് വാട്ടർ. ഇത് എൻവയോൺമെന്റിലിസ്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യില്ല. എന്താണ് സോയിൽ ഡ്രിങ്കിങ് വാട്ടർ വഴി ഇത് എന്ത് ചെയ്യാൻ പറ്റും? ആ ഫിഷസിലും വൈൽഡ് ലൈഫിലും ഒക്കെ അക്യുമുലേറ്റ് ചെയ്യും. ഇത് ഹെൽത്ത് ഇഷ്യൂസ് കോസ് ചെയ്യും. കോസ് ഹെൽത്ത് ഇഷ്യൂസ് ലൈക്ക് ക്യാൻസർ, തൈറോയിഡ് ഡിസോർഡേഴ്സ്, ഇൻഫെർട്ടിലിറ്റി ബട്ട് നോട്ട് അഫക്ട് ഹ്യൂമൻ ആന്റിബോഡീസ് ആഫ്റ്റർ ബീങ് വാക്സിനേറ്റഡ് അല്ലെ. വാക്സിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അഫക്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതെന്താണ്, വാക്സിനേറ്റ് ചെയ്താൽ ഇത് എന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. സോ 1 and 2 മാത്രമേ ഉള്ളൂ എന്ത് ഇതിൽ കറക്റ്റ്. ഇതൊന്നും ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടില്ല കേട്ടോ. ഇതൊക്കെ കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ പഠനത്തിൽ അത് ഉൾപ്പെടുത്താത്തത് കൊണ്ടാണ് നമുക്കതൊക്കെ ടഫായിട്ട് തോന്നുന്നത്. അപ്പം അതുകൂടി ഉൾപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുമ്പോൾ നമുക്കിത് കുറച്ച് സിമ്പിളായിട്ട് തോന്നും. സോ 1 and 2 സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ കറക്റ്റ് ആയിട്ടുള്ളത്. Next, identify the correct statement linked to the pollution from Indian state. Linked to pollution from Indian state അല്ലെ. പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. Fluoride contamination is exceeded the permissible limit. High risk state are Rajasthan, Haryana, Karnataka, Andhra Pradesh and Telangana. ഓക്കെ. ഫ്ലൂറൈഡ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് എക്സീഡിങ് ദി പെർമിസിബിൾ ലിമിറ്റ്, ഹൈ റിസ്ക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാജസ്ഥാൻ, ഹരിയാന, കർണാടക, ആന്ധ്രാപ്രദേശിലൊക്കെയാണ് ഫ്ലൂറൈഡ് കണ്ടാമിനേഷൻ ഏറ്റവും കൂടുതൽ കാണുന്നത്. കറക്റ്റ് ആണ് അല്ലെ. ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ സ്റ്റഡി റെക്കോർഡഡ് ദാറ്റ് യുറേനിയം കോൺസെൻട്രേഷൻ അപ് ടു 16 mg in drinking water are safe, suggesting that recently formulated more stringent national standard of 13 mg could be counterproductive. Uranium concentration exceeding 100 parts per billion in രാജസ്ഥാൻ ആൻഡ് പഞ്ചാബ്. അപ്പം ഈ ഒരു എന്താണ്
വാബ അറ്റോമിക് സെന്റർ പറയുന്നത് യുറേനിയം കോൺസെൻട്രേറ്റഡ് ഡ്രിങ്കിങ് വാട്ടറിൽ 60 mg ഒക്കെ ആണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതി ആണ് എന്നാണ് അവരെന്ത് ചെയ്യുന്നത് പറയുന്നതും കറക്റ്റ് ആണ്. Microplastics are the plastic particles smaller than 5 μm are associated with serious health risk, especially for women including genetic. അല്ലെ, അപ്പൊ ഇതുവരെ മൈക്രോപ്ലാസ്റ്റിക്കിന്റെ ആ ഒരു നെഗറ്റീവ് എന്തായാലും എന്ത് ചെയ്തിട്ടില്ല, അത് 5 മൈക്രോമീറ്റർ ആണ്. അത് മാത്രമല്ല അതിനൊരു നെഗറ്റീവായിട്ട് നമ്മൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടെത്തിയിട്ടില്ല, പ്രൂവ് ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താണ്, ജനറ്റിക് റെസ്പിറേറ്ററി ഇഷ്യൂസുകളൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, പ്രൂവ് ചെയ്തതായിട്ട് കാണുന്നില്ല. സോ കറക്റ്റ് ആൻസർ 1 ഉം 2 ഉം മാത്രമാണ്. മൈക്രോപ്ലാസ്റ്റിക്കിന്റെ ഹെൽത്ത് എഫക്റ്റുകൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ക്ലൗഡ് സീഡിംഗ്. ക്ലൗഡ് സീഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? അപ്പൊ നമ്മൾ നോക്കണം അല്ലെ, ക്ലൗഡ് സീഡിങ് എന്താണ്, എന്താ കേട്ടതിന് മുമ്പ് കേട്ടിട്ടുണ്ടോ? ക്ലൗഡ് സീഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെതർ മോഡിഫിക്കേഷൻ ടെക്നിക് ഇൻ വിച്ച് സബ്സ്റ്റൻസ് ആർ ആഡഡ് ടു ക്ലൗഡ്. അല്ലെ, അതായത് ഇന്ന് നമ്മൾ വെതറിനെ മോഡിഫൈ ചെയ്യാം. നമുക്ക് നോർമലി ഒരു വെതർ ഉണ്ട്, ആ വെതറിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് ക്ലൗഡിലേക്ക് നമ്മൾ കുറച്ച് സബ്സ്റ്റൻസ്, ആർട്ടിഫിഷ്യൽ സബ്സ്റ്റൻസുകൾ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് മഴ പെയ്യിപ്പിക്കാനായിട്ട് അല്ലെ, എൻകറേജ് റെയിൻഫോളിനെ എൻകറേജ് ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ക്ലൗഡ് സീഡിംഗ് എന്ന് വിളിക്കുന്നത്. എൻകറേജ് ചെയ്യുന്ന ടെക്നിക്കാണ് ക്ലൗഡ് സീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എന്ത് ചെയ്യാണ്, നമ്മൾ സർട്ടൺ കെമിക്കൽസ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, ഗ്രൗണ്ട് അല്ലെ, ഇൻ ടു ക്ലൗഡ്സ് ഫ്രം ദി ഗ്രൗണ്ട്. ഒന്നെങ്കിൽ എയർക്രാഫ്റ്റ് ഉപയോഗിച്ചോട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ സർട്ടൺ മെറ്റീരിയൽസ് ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ദീസ് കെമിക്കൽസ് ആക്ട് ആസ് ന്യൂക്ലിയേ ഹെൽപ്പിംഗ് വാട്ടർ ഡ്രോപ്ലെറ്റ് ഓർ ഐസ് ക്രിസ്റ്റൽസ് ഇൻ ടു ദി ക്ലൗഡ് ടു ഗ്രോ ലാർജർ. അല്ലെ, അപ്പൊ ഈ കെമിക്കൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യും അല്ലെ, മഴ പെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ വെൻ ദി ഡ്രോപ്ലെറ്റ്സ് ബിക്കം ഹെവി ദേ ഫോൾ ആസ് റെയിൻ ഓർ സ്നോ ആയിട്ട് മാറും. കോമൺ സീഡ്ലിംഗ് ഏജന്റ് ഇതൊന്നും ആലോചിച്ച് വെച്ചോളൂ, നെക്സ്റ്റ് എക്സാമിനൊക്കെ ചിലപ്പോൾ ചോദിക്കാം അല്ലെ. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സീഡ്ലിംഗ് ഏജന്റ് എന്ന് പറയുന്നത് സിൽവർ അയഡൈഡ് ആണ്, സോഡിയം ക്ലോറൈഡ് ആണ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ഡ്രൈ ഐസ്, ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്, എന്താണ് ക്ലൗഡ് സീഡിംഗ് എന്നുള്ളതിന് ഇപ്പോൾ ഡൗട്ട് ഇല്ലല്ലോ അല്ലെ. അപ്പൊ ക്ലൗഡ് സീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആർട്ടിഫിഷ്യൽ ആയിട്ട് മഴ പെയ്യിക്കുകയാണ്. സർട്ടൺ കെമിക്കൽസ് ക്ലൗഡിലോട്ട് ആഡ് ചെയ്ത് ക്ലൗഡിനെ ഹെവി ആക്കിക്കൊണ്ട് ഡ്രോപ്സ് പൊഴിച്ചിടുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ക്ലൗഡ് സീഡ്ലിംഗ് എന്ന് വിളിക്കുന്നത്. അതിൽ തന്നെ സിറസ് ക്ലൗഡ് തിന്നിങ് ടെക്നിക് ആൻഡ് ദ ഇഞ്ചക്ഷൻ ഓഫ് സൾഫേറ്റ് എയറോസോൾ ഇൻ ടു ദി സ്ട്രാറ്റോസ്ഫിയർ വിൽ റെഡ്യൂസ് ദി ഗ്ലോബൽ വാർമിംഗ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഹീറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കല്ലേ. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, അന്തരീക്ഷത്തിൽ ഹീറ്റ് കെട്ടിക്കിടക്കുക. അപ്പം ഇത് മഴ പെയ്യുന്നതിലൂടെ നമുക്ക് ഹീറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് ഹീറ്റ് കുറയ്ക്കാറുണ്ട്. ഇനി ക്ലൗഡ് സീഡിംഗ് is a measure of combat air pollution in Delhi and gained attention due to the acute air quality crisis with the air quality index exceeding 450. The compound used are sodium chloride, dry ice, silver iodide, potassium iodide. അല്ലേ, കറക്റ്റ് അല്ലേ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം? സോ 1, 2, 3 സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് ഉള്ളതാണ്. So 31. Identify the correct statement related to noise pollution. നോയിസ് പൊല്യൂഷൻ അഥവാ ശബ്ദമലിനീകരണം അല്ലെ, ഭയങ്കരമായിട്ട് നമുക്ക് എക്കോളജിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഓരോ പോർഷൻസിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. നോയിസ് പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റൽ പ്രോഗ്രാം റിപ്പോർട്ടഡ് ടൈറ്റിൽഡ് ആനുവൽ അല്ലെ Fontaire's report 2022 mentioned as a single city of Uttar Pradesh with the noise ranged from 29 to 114 decibel ആയിട്ട് അല്ലെ. അവിടുത്തെ ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലേ, സിംഗിൾ സിറ്റി ഉത്തർപ്രദേശ് വിത്ത് നോയ്സ്. അവിടുത്തെ ഒരു നോയ്സ് റേഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റൽ പ്രോഗ്രാം ടൈറ്റിൽ ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആണ്. ഇൻ 2018 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഗൈഡ് ലൈൻ എസ്റ്റാബ്ലിഷ്ഡ് എ ഹെൽത്ത് പ്രൊട്ടക്റ്റീവ് റെക്കമെൻഡേഷൻ ഫോർ റോഡ് ട്രാഫിക് നോയ്സ് ലെവൽ അല്ലെ 53 ഡെസിബൽ ആണ് നമ്മുടെ ഒരു ഹെൽത്ത് പ്രൊട്ടക്റ്റീവ് റെക്കമെൻഡേഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് ആ ഒരു ലെവലിലായിരിക്കണം, അതിലപ്പുറത്തേക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ആണ്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹാസ് ഡയറക്റ്റഡ് ദ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ടു പ്രിപ്പയർ നോയിസ് പൊല്യൂഷൻ മാപ്പ് അല്ലെ. സുപ്രീം കോർട്ട് ആണോ ഈ സെൻട്രൽ ബോർഡിനെ ഗൈഡ് ചെയ്യുന്നത്? ഒരിക്കലും അല്ല അല്ലെ. സുപ്രീം കോർട്ട് എന്ത് ചെയ്യുന്നില്ല, ഒരു തരത്തിലും ഡയറക്റ്റ് ആയിട്ട് സെൻട്രൽ പൊല്യൂഷൻ ബോർഡിനെ എന്തെങ്കിലും നോയിസ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാനോ ഒന്നും സഹായിക്കുന്നില്ല. സോ ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് 1 and 2 ആണ് എന്തെന്ന് പറയുന്നത്, കറക്റ്റ് എന്ന് പറയുന്നത്.
So next one നോക്കാം. Which among the following are listed as critical mineral under National Critical Mineral Mission? അല്ലേ, ക്രിട്ടിക്കൽ മിനറൽ ആയിട്ട് ലിത്തിയം, ഗ്രാഫൈറ്റ്, ടൈറ്റാനിയം, ടങ്സ്റ്റൺ, ഇതിലേതാണ് ക്രിട്ടിക്കൽ മിനറൽസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറഞ്ഞാൽ? എസെൻഷ്യൽ റിസോഴ്സ് ഫോർ നേഷൻസ് എക്കണോമിക് ഡെവലപ്മെന്റ്, നാഷണൽ സെക്യൂരിറ്റി, മോഡേൺ ടെക്നോളജി. അല്ലെ, അതായത് എസെൻഷ്യൽ ആണ്. പേര് തന്നെ ഉണ്ട്. ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണ്. അല്ലെ, ആ മിനറൽസ് എന്തിനൊക്കെ അത്യാവശ്യമാണ്? നേഷൻസിന്റെ എക്കണോമിക് ഡെവലപ്മെന്റിനും നേഷൻസിന്റെ സെക്യൂരിറ്റിക്കും അതുപോലെ തന്നെ പുതിയ മോഡേൺ ടെക്നോളജിക്കും ഒക്കെ ആവശ്യമായിട്ടുള്ളവയാണ് ഏതെന്ന് പറയുന്നത്? ഈ ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്രിട്ടിക്കൽ മിനറൽസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ലിഥിയവും ഈ ഗ്രാഫൈറ്റും ഈ ടൈറ്റാനിയവും ടങ്സ്റ്റണും ഒക്കെ എന്താണ്? ക്രിട്ടിക്കൽ എലമെന്റ്സ് ആണ്. അപ്പൊ ക്രിട്ടിക്കൽ എലമെന്റ്സ് എന്തെന്ന് മനസ്സിലായോ? അതായത് നമ്മുടെ നേഷന്റെ പുരോഗതിക്കും അല്ലെങ്കിൽ പുതിയ ടെക്നോളജീസും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള മിനറൽസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നാഷണൽ ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് വിളിക്കുന്നത്. അത് നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷന്റെ ഭാഗമായിട്ട് ലിഥിയം, ഗ്രാഫൈറ്റ്, ടൈറ്റാനിയം, ടങ്സ്റ്റൺ ഇവയൊക്കെയാണ് എന്തെന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത്? നമ്മുടെ ക്രിട്ടിക്കൽ മിനറൽസ് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. സോ 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്പീഷീസ് is that inhabit the Arctic waters of Canada, Greenland, Norway and Russia is often referred as the unicorns of the sea. അല്ലെ, താഴെ കുറച്ച് സ്പീഷീസുകൾ തന്നിട്ടുണ്ട്. നോവോൾ, ഗ്രേ വെയിൽ, അല്ലെ, ബെലുഗ വെയിൽ, ബൗഹെഡ് വെയിൽ, കുറെ അധികം വെയിൽസുകൾ തന്നിട്ടുണ്ട്. ഈ വെയിൽസിൽ ഏതാണ് ആർട്ടിക് വാട്ടർ, കാനഡ, ഗ്രീൻലാൻഡ്, നോർവ, റഷ്യയിലൊക്കെ കാണപ്പെടുകയും യൂണിക്കോൺ ഓഫ് സീ എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നവോൾ ആണ് യൂണിക്കോൺ ഓഫ് ദ സീ എന്ന് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എന്താണ് ആ ഒരു ഫ്രണ്ട് ടൂത്ത് കേട്ടോ, അതിന്റെ ആ ഒരു ഫ്രണ്ട് ടൂത്ത് എന്ന് പറയുന്നത് ഒരു ലോങ് സ്പൈറൽ ടസ്ക് അതിന് പ്രസന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ ഫ്രണ്ട് ടൂത്ത് എന്ന് പറയുന്നത് യൂണിക്കോണിന്റെ സ്ട്രക്ചറിന് സിമിലർ ആയിട്ടുള്ള ആ ഒരു ടൂത്ത് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? യൂണിക്കോൺ ഓഫ് ദ സീ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇവയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഇവരുടെ കളർ എന്തായിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെ, ഇവർ വളരുന്നതിനനുസരിച്ചിട്ടാണ് ഇവരുടെ കളേഴ്സും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേബീസ് ആണ് എങ്കിൽ ഡാർക്ക് കളറിലായിരിക്കും, കുഞ്ഞായിരിക്കുമ്പോൾ ഡാർക്ക് ഗ്രേ ആയിരിക്കും. വലുതാവുന്നതിനനുസരിച്ചാണ് ഇവരുടെ കളർ എന്തായിട്ട് മാറുന്നത്? പെയിൽ ഗ്രേ അല്ലെങ്കിൽ വൈറ്റ് ആയിട്ട് മാറുന്നത് വളരുന്നതിന് അനുസരിച്ചിട്ട് ആയിരിക്കും. അപ്പൊ കിട്ടിയോ? എന്തുകൊണ്ടാണ് നവോൾ എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവോളിനെ യൂണിക്കോൺ ഓഫ് ദ സീ എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ലോങ് സ്പൈറൽഡ് ടസ്ക് അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട് ടൂത്ത് ആ ഒരു യൂണിക്കോൺ സിമിലാരിറ്റീസ് കാണിക്കുന്നതുകൊണ്ടാണ്. മുപ്പത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് നീലഗിരി താർ. നീലഗിരി താറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കറക്റ്റ് ആയിട്ടുള്ള എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്തെന്ന് പറയാൻ? ഇറ്റ് ഈസ് എൻഡമിക് ടു വെസ്റ്റേൺ ഗട്ട്. വെസ്റ്റേൺ ഗട്ടിൽ എൻഡമിക് ആണ്. എന്താണ്? വെസ്റ്റേൺ ഗട്ടിൽ എൻഡമിക് ആണ് എന്നാണ് പറയുന്നത്. കറക്റ്റ് ആണോ? അതെ അല്ലെ, എൻഡമിക് ആണ്. വെസ്റ്റേൺ ഗട്ടിൽ മാത്രം കാണപ്പെടുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? നീലഗിരി താർ എന്ന് പറയുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. നീലഗിരി താർ എന്ന് പറയുന്നത് എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗട്ടിൽ എൻഡമിക് ആണ്. പ്രൊജക്ട് നീലഗിരി താർ ഈസ് ഇനിഷ്യേറ്റീവ് ബൈ വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ ദാറ്റ് എയിം ടു റീസ്റ്റോർ ദ ഫ്രാഗ്മെന്റഡ് ഹാബിറ്റ് ഓഫ് ഷോല ഗ്രാസ്ലാൻഡ് വെയർ നീലഗിരി താർ ത്രൈവ്സ്. പ്രൊജക്ട് നീലഗിരി താർ എന്ന് പറയുന്നത് നീലഗിരി താറിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള പ്രൊജക്റ്റ് ആണ്, സംശയമൊന്നുമില്ല. പക്ഷേ അത് ഇനിഷ്യേറ്റീവ് എടുത്തത് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ ഒന്നുമല്ല, സ്റ്റേറ്റ് തമിഴ്നാട് സ്റ്റേറ്റ് ആണ്. അല്ലെ, സ്റ്റേറ്റ് തമിഴ്നാട്. തമിഴ്നാടാണ് അവയെ പ്രൊട്ടക്ട് ചെയ്യാന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു ആക്ട് കൊണ്ടുവന്നത്. ഇനി അത് മാത്രമല്ല, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ആനിമൽ ഓഫ് കർണാടക. മൂന്നാമത്തെ സ്റ്റേറ്റ് നോക്കിയേ, കർണാടകയിലെ ആനിമൽ ആണോ? അല്ല, തമിഴ്നാട്ടിലെ ആനിമൽ തന്നെയാണ് എന്ന് പറയുന്നത് നീലഗിരി താറ് എന്ന് പറയുന്നത്. സോ ഈ സ്റ്റേറ്റ്മെന്റിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വന്നേ. നമ്മുടെ ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് എൻഡമിക് ടു വെസ്റ്റേൺ ഗട്ട്. അല്ലെ, വെസ്റ്റേൺ ഗട്ടുകളിൽ മാത്രം കാണപ്പെടുന്നതാണ് ആരെന്ന് പറയുന്നത്? നീലഗിരി താർ എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്ടിൽ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി പ്രൊജക്ട് നീലഗിരി താർ എന്ന് പറയുന്നത്
ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. പ്രൊജക്ട് നിലഗിരി താർ എന്ന് പറയുന്നത് നിലഗിരി താറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ളൊരു പ്രൊജക്റ്റ് ആണ്. അതിന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത് തമിഴ്നാട് ഗവൺമെന്റ് ആണ്, നോട്ട് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ആനിമൽ ഓഫ് കർണാടക. കർണാടകയിലെ സ്റ്റേറ്റ് ആനിമൽ ആണോ? അല്ല, കർണാടകയിലെ സ്റ്റേറ്റ് ആനിമൽ അല്ല. അത് ഏതെന്നാണ് പറയേണ്ടത്? തമിഴ്നാട്ടിലെയാണ് എന്ത് പറയുന്നത്, നമ്മുടെ നീലഗിരി താർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരുന്നത് എന്തായിരുന്നു? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യുവാനായിട്ടായിരുന്നു പറഞ്ഞത്. നീലഗിരി താറ് എൻഡമിക് ടു വെസ്റ്റേൺ ഘട്ട്, വെസ്റ്റേൺ ഘട്ടിൽ മാത്രം കാണുന്നവയാണ് ഏതെന്ന് പറയുന്നത്? നീലഗിരി താറ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഈ പ്രൊജക്ട് നീലഗിരി താറ് ഇനിഷ്യേറ്റീവ് എടുത്തത് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ അല്ല, തമിഴ്നാട് സ്റ്റേറ്റ് ആണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്റ്റേറ്റ് ആനിമൽ ഓഫ് കർണാടകയാണോ? അല്ല, അത് തമിഴ്നാട്ടിലെ സ്റ്റേറ്റ് ആനിമൽ ആണ് ഏതെന്ന് പറയുന്നത്? നീലഗിരി താർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി ഓപ്ഷൻസിലേക്ക് പോയി നോക്കാം. ഓപ്ഷനിൽ 1 ഉണ്ട്, 1 and 2 ഉണ്ട്, 1 and 3 ഉണ്ട്, 1, 2, 3 ഉണ്ട് അല്ലേ? നമ്മൾ നോക്കിയപ്പോൾ ഏത് സ്റ്റേറ്റ്മെന്റ് മാത്രമായിരുന്നു കറക്റ്റ് ആയിട്ടുള്ളത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമായിരുന്നു കറക്റ്റ് ആയിട്ടുള്ളത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് A1 ഓൺലി എന്ന് പറയുന്നതാണ്. അപ്പം നമ്മൾ ഇന്ന് കുറച്ചധികം ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഭാഗമായിട്ട് കാണാം. താങ്ക് യു.